ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 240 മില്ലിയുടെ അളവിൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കുതിർന്ന് പോകരുത് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഊറ്റി വെക്കാം. ഞാനിതാ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിരാനായിട്ട് വെക്കരുത് കേട്ടോ, അതൊക്കെ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ അരിയിൽ വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ അരിപ്പയിൽ ഊറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റി എടുക്കാം. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ മുഴുവൻ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരി ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കുറ്റിയിൽ. ഇനി ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ആവി കയറി വരണം കേട്ടോ. 2 മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ട കേട്ടോ, 2 മിനിറ്റ് തന്നെ മതി. അപ്പോൾ നമ്മൾ സമയം നോക്കിയിട്ട് ആ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇത് ആവി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഇപ്പോൾ ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ചിലപ്പം പോരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നമ്മുടെ കയ്യിലിൻ്റെ കണയാണ് കേട്ടോ ഇത്, അത് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പരത്തി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജാറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട. നമ്മൾ വാങ്ങിക്കുന്ന പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, ഒരു റവ പോലെയാണെന്നുണ്ടല്ലോ, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പുട്ടുപൊടി പോലെ ആയിരിക്കും കേട്ടോ. ആ ഒരു വലിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തരിച്ചെടുത്താൽ മതി. ചെറിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു റവയുടെ ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. അതിൽ കൂടുതൽ വലിയ തരി ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പുട്ടൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പുണ്ടല്ലോ, അതിലൂടെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ജാറിലൊക്കെ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിനുള്ള തൈയോട് കൂടെ തന്നെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഇത് വറുക്കാത്ത പൊടിയായതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുട്ടൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ ആ പൊടിയൊക്കെ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടി ഒന്നും കൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നനച്ച് കൊടുത്താൽ മതി. ഇനി പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തേങ്ങയും പുട്ടുപൊടിയൊക്കെ ആയിട്ട് ഈ ഒരു കുറ്റി നമ്മൾ സാധാരണ പുട്ടൊക്കെ ചുടുന്നത് പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുത്തി നിറച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് കുലുക്കി കൊടുക്കുക അല്ലെങ്കിൽ കുത്തി നിറച്ച് കൊടുക്കുക ഒന്നും ചെയ്യരുത്. എന്നിട്ട് നമ്മളത് തൂക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ അതേ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടുപൊടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സോഫ്റ്റ് പുട്ടിനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.